ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 4 സ്റ്റെപ്പുള്ള ഒരു ഫേഷ്യലാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഫേസിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഫേസ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനും, അതായത് സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനും, സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും, ഷൈൻ ആയിട്ടിരിക്കാനും, അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടിരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. നിങ്ങൾ 10 ഡേയ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് റിംഗ്ലെസ് വരാതിരിക്കും, പിന്നെ സൺ ടാൻ മാറാനായിട്ടും സ്കിൻ നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഏജ് സ്പോട്ട് മാറാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഫേസൊക്കെ നോക്ക്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, ഷൈൻ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട്, അതായത് റോ മിൽക്ക് എടുത്തിട്ടുണ്ട്, കുറച്ച് കോട്ടനും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ടിങ്ങനെ ലൈറ്റായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം. ഫേസിൽ മാത്രമല്ല കഴുത്തിൻ്റെ കൂടെയും അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം, ഒരു സ്ക്രബിങ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബേസൻ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ട്, അതായത് റോ മിൽക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മസാജ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫേസിലും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് മസാജ് ചെയ്യാം. മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക, കാരണം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ്. പിന്നെ ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നതുകൊണ്ട് റിങ്കിൾസ് മാറാനും ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സ്കിൻ നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനും ഏജ് സ്പോട്ട് മാറാനായിട്ടും അതുപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 10 ഡേയ്സിൽ വൺസ് എങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ 2 മിനിറ്റ്സ് മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം, ഒരു മസാജിങ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആഡ് ചെയ്യാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ ഇനി മസാജിങ് ക്രീം ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് മസാജ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ക്രീം ഫേസിലും കഴുത്തിലൂടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ്സ് മസാജ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ്സ് മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ നല്ല ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് റോ മിൽക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഫേസ് പാക്ക് നല്ല തിക്കായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്ക് ഫേസിലും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 to 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ്സ് ആയ ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ നമുക്ക് നല്ല ഡിഫറൻസ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പിന്നെ നല്ല ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്, പിന്നെ നല്ല ബ്രൈറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെറിയൊരു ഫാമിലിയിൽ അംഗമായിട്ട് മാറുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം. അതുവരെ ബൈ.